subscribe to Healthy Flavors and stay healthy. Also press the bell icon to get notified of our new videos. Hi, I'm Deepa from Healthy Flavors. നമ്മളിവിടെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള സുറുമ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീട്ടിൽ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുറുമ ചെയ്യാൻ ചേച്ചി ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്? വളരെ പെട്ടെന്ന്. പിന്നെ അഞ്ഞനക്കല്ലി കുറച്ചെടുത്തിട്ട് പിന്നെ തലേ ദിവസം ഇളനീരിൻ്റെ വെള്ളത്തിൽ പൊതിർത്തിട്ട് വെക്കാം. ഒരു രാവിലെ എടുത്തിട്ട് അത് നല്ല തുണി കൊണ്ട് തുടച്ചിട്ട് ഈ അമ്മിയിലിട്ട് നല്ലോണം പൊടിക്കാം ഈ കല്ലിനെ കൊണ്ട്. ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് ഗുളിക കൊടുക്കാനും ഇത് ഉപയോഗിക്കാം. തയ്ക്കാൻ പിന്നെ ഗർഭിണികൾക്ക് ഗുളിക തയ്ക്കാൻ അതിനും ഉപയോഗിക്കാം. ഇത് നല്ലോണം പൊടിക്കാം. അഞ്ഞനക്കല്ലി പൊടിച്ച് നല്ല മിൻസായിട്ട് പൊടിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഈ പച്ചക്കറിപ്പൂരിയിലേക്ക് ചേർക്കണം. ആദ്യം ഇട്ടുകൂടാ, ലാസ്റ്റ്. ഇത് നല്ലോണം പൊടിക്കാം, കയ്യിന്നത്ര പൊടിക്കാം. എന്നിട്ട് പച്ച ഓലയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതിനോട് ഇങ്ങനെ ചുള്ളി എടുത്തിട്ട് പിന്നെ കുപ്പിയിലേക്ക് ആക്കിയിട്ട് വെക്കാം. നല്ലോണം പൊടിക്കണം. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണിന് നല്ല തണുപ്പ്, നല്ല സുഖം ഉണ്ടാകും, കണ്ണിന് നല്ല കുളിർമ ഉണ്ടാകും. അത് അതിനുള്ള നല്ലതാണ്. വേണമെങ്കിൽ ഇതിൽ ലേശം പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ നല്ലത്. വെല്ലുമ പറഞ്ഞിട്ട് അഞ്ഞനക്കല്ല് നമുക്ക് ആയുർവേദ വൈദ്യശാലയിൽ കിട്ടും. 10 രൂപക്ക് ഒരു ഇത്ര കിലോ കഷ്ണം കിട്ടും. ഇങ്ങനെ കഷ്ണമായിട്ട് കിട്ടും? ഇല്ല, ഇത്ര കിലോ കട്ട കിട്ടും. ഇത് നമ്മൾ പൊടിച്ചിട്ട് ഇങ്ങനെ അല്ലാതെ നമുക്ക് വേറെ ഞാൻ ആയുർവേദ ഔഷധശാലയിൽ നിന്ന് മേടിച്ചത്. ജയിച്ച് തന്നു. ഇത് ജയിച്ച് എനിക്ക് തന്നെ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചത്. അതെ. പച്ചക്കറിപ്പൂരം നമുക്കറിയാം, പൂജക്ക് പൂജ ഒറിജിനൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങാടി കടയിൽ പച്ചമരുന്ന് കിട്ടുന്ന അഞ്ചനക്കല്ല് അവിടെ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. ലേശി ലേശയിലെടുത്തിട്ട് ഇങ്ങനെ പൊടിക്കണം. നല്ല ശക്തി വേണം ഇവറാന്ന് പൊടിക്കണം. ഇങ്ങനെ മീസത്തിൽ ഇങ്ങനെ പൊടിച്ച് ഇത്രയും പോരാ, നല്ലോണം പൊടിക്കണം. അപ്പോൾ പച്ചോല കൊണ്ടുവന്നിട്ടില്ല, അതിനോണ്ട് ഇങ്ങനെ ചുള്ളിയിട്ട് ഒന്നിച്ച് കൂട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിക്കൊള്ളണം. ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ പൊടിക്കാല്ലേ? നല്ലോണം പൊടിക്കണം. ഇല്ലേ കണ്ണിൽ എഴുതുമ്പോൾ അതെ, കണ്ണ് തറക്കും. നല്ല പൊടിക്കണം. ഇത്ര കിലോ ഒരു കട്ടക്ക് ഒരു കുറച്ച് അങ്ങനെ കർപ്പൂരിട്ടത്ര എരിവ് കൂടും. കണ്ണിന് എരിവ് കൂടും. ഒരു സുഖം, തണുപ്പ്, നല്ല സുഖം ഉണ്ടാവും. അപ്പം അത് നമ്മൾ ലേശം എടുത്തിട്ട് അപ്പം അതിനനുസരിച്ച് ഇത്ര പോലെ ഇടാം. എത്ര വേണോ ചേച്ചി? അത്രേ വേണ്ടു. അത് കുറച്ച് കൂടുതൽ തണുപ്പ് കിട്ടും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, പച്ചക്കർപ്പൂരം നമ്മൾ ഒറിജിനൽ പച്ചക്കർപ്പൂരം കിട്ടാൻ കണ്ണിന് എഴുതുന്ന സാധനം. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ഒന്നും ഇല്ല. കഴുകണം കൊണ്ടുവന്നിട്ട്. ആയിട്ടുണ്ടോ? ആയി. അത് നമ്മളെ ശക്തിയിൽ എത്രയോ പൊടിക്കുന്നു അത്ര ഇനി മിനുസം കിട്ടും. അതിന്റെ തിളക്കം എല്ലാം പോയി. ഇതെല്ലാം കുറച്ച് എത്രയോ നൈസായിട്ട് പൊടിക്കുന്ന അത്ര നമുക്ക് കണ്ണിൽ എഴുതാൻ സുഖം ഉണ്ടാകും. കറുപ്പ് നിറവും കിട്ടും. ഇങ്ങോട്ട് കൂട്ടിയിട്ട് നല്ല സ്ഫടികത്തിൽ നല്ല ഭംഗിയിൽ നല്ല കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കും. അതന്നെ നല്ല ശുദ്ധവും വൃത്തിയോടുകൂടി കുഞ്ഞുങ്ങളുടെ കണ്ണിൽ എഴുതുന്നതായിട്ട് നമ്മൾ വളരെ ശ്രദ്ധപൂർവ്വം എഴുതല്ലോ. വലിയവർക്ക് എഴുതല്ലോ. കൈകൊണ്ട് തൊടാതെ ഇതിനോടെ ഇങ്ങനെ കോരിയിട്ട് അതവിടെ പൊളിയുമ്പോൾ ആദ്യം മുറിച്ച് ചാടാം. അടുത്ത ഭാഗത്തോട് പൊരിയിട്ട് ചെറിയ കുപ്പിയിൽ സ്ഫടികത്തിൻ്റെ കുപ്പിയിലിട്ട് വെച്ചാൽ പൊടി നമുക്ക് ചെറിയ ഏതെങ്കിലും ഈ കണ്ടെയ്നറിലേക്ക് കുഞ്ഞ് ചെറിയ ഇതിനകത്തേക്ക് സ്ഫടികത്തിന്റെ കുപ്പി വെച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇതിങ്ങനെ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കെമിക്കലൊന്നുമില്ല. ചേച്ചി ഇത് എഴുതി ഒന്ന് കാണിച്ചു തരാം. അതെങ്ങനെയാണത് എഴുതണം? ചേച്ചി ഒന്ന്
രണ്ട് കയ്യിലും കൂടെ ഒരേപോലെ ആക്കി ഒന്ന് പൊടിയെല്ലാം കളഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സുഖമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ ഒരു നല്ല സുഖം. അങ്ങനെ ആദ്യമായിട്ട് സുറുമ നമ്മുടെ വീട്ടിലുണ്ടാക്കി എഴുതി. വളരെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഉള്ളിലേക്ക് നമുക്ക് ആ ഫീലിംഗ് അറിയാൻ പറ്റുന്നുണ്ട്. കണ്ണിന് നല്ല തണുപ്പ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ പണ്ടുള്ളവര് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനത്തെ പാരമ്പര്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ആൾക്കാരുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ചേച്ചി തന്ന ഒരു അറിവ് വളരെ ഗുണപ്രദമാണ്. ഇത് കുട്ടികൾ വീട്ടിലുള്ളവർക്കും കുറച്ച് മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കണ്ണിന്റെ ചൊറിച്ചില്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, ഇതുമാതിരിയുള്ള അലർജി, ഇതുമാതിരിയുള്ളതിന് നമുക്കിങ്ങനെ വീട്ടിൽ കല്ലും അഞ്ജനക്കല്ലും കർപ്പൂരം, പച്ചക്കർപ്പൂരം, ഈ 3 സാധനം വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.